ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഡേ ആണ്. ബിക്കോസ് ഒരു ഡേ ബിഫോർ മൈ ഹാപ്പിയസ്റ്റ് ഡേയ്സ് എന്ന് പറയാം. അതായത് വേറെ ഒന്നുമല്ല, എൻ്റെ ഫിയാൻസി വരികയാണ് നാട്ടിൽ നിന്ന്. ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിന് ശേഷം 10 months കഴിഞ്ഞിട്ട്. അപ്പം ഞാൻ റെഡിയായി, നമുക്ക് നേരെ അറൈവൽസിൻ്റെ അവിടേക്ക് പോകാം. ഹീത്രോയിലേക്കാണ് പോയത്. അപ്പോൾ ഹീത്രോയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫിയാൻസി നടന്നു വരികയാണ്. Oh my god, that was the most beautiful moment I ever had എന്ന് പറയാം. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൻ വരുന്നു പോലും. പക്ഷേ he's here now. നമ്മൾ ആക്ച്വലി അണ്ടർഗ്രൗണ്ട് വഴിയാണ് ട്രാവൽ ചെയ്തതൊക്കെ ലണ്ടനിൽ നിന്നും. ജസ്റ്റ് ലൈക്ക് എ ട്രെയിൻ ടു ബുസാൻ മൂവി പോലെയായിരുന്നു ശരിക്കും അണ്ടർഗ്രൗണ്ട്. ദെൻ ഞങ്ങൾ അവിടെ എല്ലാം കറങ്ങി. പക്ഷെ ഞങ്ങൾക്ക് കൂടുതൽ കറങ്ങാൻ പറ്റിയില്ലായിരുന്നു, കാരണം വന്ന ഡേ തന്നെ ടയേർഡായിരുന്നു. പിന്നെ അവൻ്റെ കയ്യിലാണെങ്കിൽ ഒരു വലിയൊരു ലഗേജ് ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ഡിഫിക്കൾട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടവർ ബ്രിഡ്ജിൻ്റെ അവിടേക്ക് പോയി. മെനി പീപ്പിൾ തിങ്ക് ദാറ്റ് ദിസ് ഈസ് ലണ്ടൻ ബ്രിഡ്ജ്, ബട്ട് ഇതിന് ടവർ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. നമ്മൾ പെട്ടിയൊക്കെ ആയിട്ട് കുറേ ട്രാവൽ ചെയ്തു. പക്ഷേ ഞങ്ങൾക്കൊരു ബ്യൂട്ടിഫുൾ സ്പോട്ട് കിട്ടിയപ്പോൾ നമ്മൾ കുറേ പിക്ചേഴ്സൊക്കെ ക്യാപ്ചറും ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ലണ്ടൻ ഈസ് എ ബ്യൂട്ടിഫുൾ സിറ്റി എന്ന് തന്നെ പറയാം. നല്ലൊരു പ്ലേസാണ്, മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. പിന്നെ ഞങ്ങൾ നാൻഡോസിലേക്ക് കയറിയിട്ട് നന്ദുവിന് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ട്രെയിനിൽ കയറി ഞങ്ങൾ പ്രസ്റ്റണിലേക്ക് എത്തി. ഞാൻ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല റൈഡൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. പിന്നെ കുളിച്ച് ഫ്രഷായി പിറ്റേ ദിവസം നമ്മൾ സെയിൻസ്ബറിയിൽ ഏർലി മോർണിംഗ് പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മേടിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവൻ തന്നെ ഉണ്ടാക്കി നമ്മൾ കഴിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു വാക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പ്രസ്റ്റണിൽ കൂടെ പോയി. എൻ്റെ ഫേവറേറ്റ് പ്ലേസസ് ഒക്കെ നമ്മൾ കണ്ടു. എൻ്റെ 4 years ആയിട്ട് ഞാൻ നിന്ന സ്ഥലം, അതേപോലെ തന്നെ എൻ്റെ ബസ് സ്റ്റോപ്പ്, പിന്നെ ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റി എല്ലാം ഞാൻ പോയ അതേ വഴി കൂടെ തന്നെ നന്ദുവിനെ ഞാൻ കൊണ്ടുപോയി. അതായിരുന്നു എൻ്റെ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ് എന്ന് പറയുന്നത്. ഞങ്ങൾ നേരെ പോകുന്നത് ജാഫ എന്ന് പറയുന്നൊരു റെസ്റ്റോറൻറ്റിലേക്കാണ്. ഒരു പാലസ്റ്റൈൻ റെസ്റ്റോറൻ്റാണ്. അവിടുന്ന് ട്രൈ ചെയ്ത ലാം ചോപ്സ് വിത്ത് റൈസാണ്. നൈസായിരുന്നു. എല്ലാ കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്യും. പക്ഷേ ഒരു കാര്യം ഒഴിച്ച് ജിം. എന്നിട്ട് നമ്മൾ നേരെ പോയത് പ്യൂർ ജിമ്മിലേക്കാണ്. അവിടെ ഒരു 1 hour ഒക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ കൽക്കി മൂവി കാണാൻ വേണ്ടിയിട്ട് അവിടുത്തെ പ്രസ്റ്റണിൽ തന്നെയുള്ള ഒരു ഓഡിയോൺ എന്ന് പറയുന്ന തിയേറ്ററിൽ നമ്മൾ പോയി കണ്ടു. നൈസ് മൂവി ആയിരുന്നു. മൂവിയൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ പോയത് മാഞ്ചസ്റ്ററിലേക്കാണ്. ഇവിടെ നിന്ന് നന്ദുവിനൊരു മക്ഡൊണാൾഡ്സ് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായതുകൊണ്ട് നമ്മളതും ട്രൈ ചെയ്തു. ആൻഡ് ദെൻ നമ്മൾ ഒരു ഷൂസൊക്കെ നോക്കി. ഒരു നല്ലൊരു ഷൂസ് എടുത്തു. ആൻഡ് എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വഴിക്ക് പോയി. ആൻഡ് എനിക്ക് തോന്നുന്നു ഹി വാസ് വെരി ടയേർഡ് അറ്റ് ദാറ്റ് ടൈം എന്ന് തോന്നുന്നു. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് മാഞ്ചസ്റ്ററിൽ. അവൻ്റെ ഏറ്റവും വലിയ വിഷയമായിരുന്നു ഐമാക്സ് UK ട്രൈ ചെയ്യണം എന്നുള്ളത്. നമ്മൾ ഐമാക്സ് ട്രൈ ചെയ്യാൻ വേണ്ടി പോയി. ഇതാണ് ട്രാം, ഇതിൽ കൂടെ ട്രാം പോവും. ആൻഡ് ഇത് മാഞ്ചസ്റ്റർ മാർക്കറ്റാണ്. മാഞ്ചസ്റ്റർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ കാണണമെങ്കിൽ ക്രിസ്മസിൻ്റെ ടൈമിലാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ. ക്രിസ്മസ് മാർക്കറ്റ് മാഞ്ചസ്റ്റർ ഭയങ്കര ഫേമസ് ആണ്. എന്നിട്ട് നമ്മൾ അവസാനം കണ്ടു കഴിഞ്ഞു. നമ്മൾ ഐമാക്സിൻ്റെ പ്ലേസ് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടേക്ക് മൂവി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി. ഒരു വിഷ്വൽ ആർട്ട് എന്നൊക്കെ പറയുന്ന രീതിയിലായിരുന്നു അതിൻ്റെ ഉള്ളിൽ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരു കൈൻഡ് ഓഫ് ഇല്യൂഷൻ ആയിരുന്നു. നമ്മൾ മൂവിക്ക് കയറി. ക്വൈറ്റ് പ്ലേസ് ആണ് നമ്മൾ കണ്ടത്. മൂവി കഴിഞ്ഞ് നമ്മൾ നേരെ GDKയിൽ പോയി ജർമ്മൻ ഡോണർ കബാബ് ട്രൈ ചെയ്തു. എൻ്റെ ഫേവറേറ്റ് ഡിഷ് ആയതുകൊണ്ട് അവനെയും ഒന്ന് ട്രൈ ചെയ്യിപ്പിക്കണം എന്നുണ്ടായിരുന്നു. ആൻഡ് നല്ല രസമായിരുന്നു. നെക്സ്റ്റ് ഡേ നമ്മൾ പോയത് ബ്ലാക്ക് പൂളിലാണ്. എൻ്റെ ഫേവറേറ്റ് പ്ലേസാണ്. വിൻഡർമിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് പ്ലേസാണ് ബ്ലാക്ക് പൂൾ. ബ്ലാക്ക് പൂളിൽ പറയുമ്പോൾ ഇപ്പോൾ പ്ലഷർ ബീച്ച് ആണെങ്കിലും പിന്നെ ഗെയിംസ്, അതേപോലെ തന്നെ നൈറ്റ് ലൈഫ്, അമ്യൂസ്മെൻറ്റ് പാർക്സ് എല്ലാം ഉണ്ട് അവിടെ. അതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ, ഭയങ്കര ഒരു യുണീക്ക് പ്ലേസാണ് ആക്ച്വലി. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മളവിടുത്തെ റൈഡുകളിൽ കയറി, നമ്മളവിടുത്തെ ഫ്രഷ് ഡോണറ്റ് ട്രൈ ചെയ്തു.
ഭയങ്കര ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നു. ആൻഡ് നന്ദുവിന് ലാസ്റ്റ് ഒരു ഗെയിം കളിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബോളിൻ്റെ ഗെയിമിലേക്ക് നെക്സ്റ്റ് പോയി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഗെയിമിൽ ആസ് യൂഷ്വൽ അവർ ബോൾ തന്നു, പക്ഷെ അത് ഭയങ്കര ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതായതുകൊണ്ട് അവനെ തോറ്റുകൊണ്ടേയിരുന്നു. ലാസ്റ്റ് തോറ്റ് അയാളുടെ മുഖത്തേക്ക് ഒരു ബോൾ വീഴുണ്ടായി. പക്ഷേ അയാൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അൺഫോർച്ചുനേറ്റ്ലി അതിലൊന്നും പറ്റാത്തതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ഗെയിമിലേക്ക് പോയി. ഇത് കോറൽ ഐലൻഡ് എന്ന് പറയുന്ന വേറൊരു പ്ലേസാണ്. അവിടേക്ക് പോയിട്ട് നമ്മൾ മോണോപ്പൊളി കളിച്ചു. അത് കാശ് വെച്ചിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് പക്ഷേ അതായത് ഇൻട്രസ്റ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരുന്നിരുന്നു നമ്മൾ ഓരോ ഗെയിം കളിക്കുമ്പോഴും. അത് കുറേ കീ ചെയിൻസ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിരുന്നു. കോറൽ ഐലൻഡിൻ്റെ ഉള്ളിൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് എവറിത്തിങ്. അതായത് ഒരു കസിനോ പോലെയാണ് ശരിക്കും. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എല്ലാ കിഡ്സ് മുതൽ ഭയങ്കര എൽഡർലി ആയിട്ടുള്ള ആൾക്കാർ വരെ വന്ന് ഗെയിംസ് ഇങ്ങനെ പ്ലേ ചെയ്യും. ദെൻ നമ്മൾ ഫിഷ് ആൻഡ് ചിപ്സ് ട്രൈ ചെയ്തു. അവൻ്റെ ഫസ്റ്റ് ടൈമാണ് അവൻ ട്രൈ ചെയ്യുന്നത്. നെക്സ്റ്റ് ഡേ എൻ്റെ ഫേവറേറ്റ് പ്ലേസിലേക്കാണ് പോകുന്നത്. വിൻഡർമിയർ ആണ്. ഇത് ആക്ച്വലി പോകുന്ന റൂട്ടാണെങ്കിലും അവിടെ ചെന്നിട്ടാണെങ്കിലും ഒരു കൺട്രി സൈഡാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു ബ്യൂട്ടി ആ പ്ലേസിനുണ്ട്. നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അവിടേക്ക് പോയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളത് മിസ്സായി. ബിക്കോസ് ഓക്സനോം എന്ന് പറയുന്ന ട്രെയിൻ സ്റ്റേഷനിൽ നമുക്ക് 1 hour ഡിലേ ഉള്ളതുകൊണ്ട് നമുക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ വി ഹാഡ് എ ഗ്രേറ്റ് ടൈം ദെയർ. ഒരു സീഗൾ ഉണ്ടായി, അതേപോലെ തന്നെ കുറേ ബേർഡ്സും കാര്യങ്ങളെല്ലാം ഉണ്ടായി. നമ്മൾ കുറേ വീഡിയോസ് ആൻഡ് പിക്ചേഴ്സ് എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് വീണ്ടും ഫിഷ് ആൻഡ് ചിപ്സ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള ഫിഷ് ആൻഡ് ചിപ്സ് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊരു അവാർഡ് വിന്നിങ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ തോന്നുന്നു എല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ഒരു വാക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മളവിടെ ഒരു ഗാർഡൻ ഏരിയയിലേക്ക് പോയി. അത് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ബോട്ടിങ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ വീണ്ടും ബാക്ക് ടു അതേ പ്ലേസിലേക്ക് തന്നെ വന്നു. ഇവിടെ എല്ലാം നമുക്ക് വിശ്വസിക്കാം ഒരു സീഗളിനെ ഒഴിച്ച്. കാരണം സീഗളിൽ എന്തൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ചെയ്യുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഫുഡൊക്കെ സ്നാച്ച് ചെയ്തുകൊണ്ട് പോകും. ഐ ഹേറ്റ് സീഗൾസ്. പിന്നെ നെക്സ്റ്റ് ഡേ പോയത് വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ എൻ്റെ പ്ലേസായ പ്രസ്റ്റണിൽ അവനം പാർക്കിലാണ് പോയത്. ഇതൊരു എനിക്ക് തോന്നുന്ന ദ സെക്കൻഡ് ലാർജസ്റ്റ് ഗാർഡൻ ഇൻ പ്രസ്റ്റൺ ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് വൺ മൂ പാർക്കും സെക്കൻഡ് വൺ അവനം പാർക്കായിരിക്കും. ആൻഡ് ഇത് 1861 പണിതതാണെന്നാണ് പറയുന്നത്. ഇതിവിടുത്തെ ജാപ്പനീസ് ഗാർഡൻ ആണ്. ഒരു ജാപ്പനീസ് വൈബ് ഉണ്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ. അവിടുത്തെ ഒരു ചെറിയൊരു ബ്രിഡ്ജാണെങ്കിലും പിന്നെ എല്ലാം ഭയങ്കര ഒരു വൈബാണ്. അവനം പാർക്ക് കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടം ആയിട്ടുള്ള സീസണിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. ആൻഡ് വിൻ്റർ സീസണിൽ അവിടെ ഫുൾ ഐസ് ആയിരിക്കും. അങ്ങനെ ഫൈനലി നെക്സ്റ്റ് ഡേ നമ്മൾ പോയത് ഒരു ബേർഡ് സാങ്ച്വറിയിലാണ് പ്രസ്റ്റണിൽ തന്നെ ഉള്ളത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേർഡ്സ് ഉണ്ടായി അവിടെ. ആൻഡ് മോസ്റ്റ്ലി ഔൾസ് ആണ് അവിടെ കൂടുതലും അവർ ഫോക്കസ് ചെയ്തിരുന്നത്. ഭയങ്കര ഒരു ക്യൂട്ടായിട്ടുള്ള ഔൾസ് ഉണ്ടായി. ഭയങ്കര എല്ലാം ഇന്ത്യൻ ആണെങ്കിലും എല്ലാ കൺട്രി ബേസ്ഡ് ആയിട്ടുള്ളതും ഉണ്ടായി. പിന്നെ മിനിയേച്ചർ മോഡൽ ചെറിയ ഹൗസസും ബോട്ട്സും ഒക്കെ നമ്മൾ കണ്ടു. ഒരു മിനി ഹൗസ് കണ്ടു നമ്മൾ. അങ്ങനെ ആ ഡേയും കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞാൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് പ്ലേസിലേക്കാണ്. എൻ്റെ UK ലോക്കൽ ഗാർഡിയൻ എന്നറിയപ്പെടുന്ന എൻ്റെ ഷാജിയൻ്റെയും ബിജിയാൻ്റെയും വീട്ടിലേക്കാണ്. ഓക്സ്ഫോർഡ് ഷെയറിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഭയങ്കര ഒരു പോഷ് സിറ്റി എന്നൊക്കെ പറയാം ഓക്സ്ഫോർഡിനെ.
ഞാൻ നല്ല നല്ല ഇവൻറ്റ്സ് ഫെസ്റ്റിവൽസ് എല്ലാം ഉണ്ടാകുമ്പോൾ ഫസ്റ്റ് പോകുന്നത് ഓക്സ്ഫോർഡ് ഷെയറിലേക്കാണ്. അവിടെയുള്ളവരെല്ലാവരും ഭയങ്കര ഹാപ്പി ആൻഡ് ചാമിങ് ആയിട്ടുള്ള ആൾക്കാരാണ് ഓരോരുത്തരും. ആൻഡ് നമ്മളവിടെ ഒരു പുതിയ വീടാണ് അങ്കിള് പണിത ഒരു വീട്ടിലേക്കാണ് നമ്മൾ പോയത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ഇൻറ്റീരിയർ വർക്ക്സ് ആയിരുന്നു എല്ലാം കൊണ്ടും. കളർ കോമ്പിനേഷൻ ആണെങ്കിലും പിന്നെ ഐലൻഡ് മോഡലായിട്ടുള്ള കിച്ചൺ ആണെങ്കിലും എല്ലാം ഭയങ്കര ഒരു യുണീക്കായിരുന്നു. നമ്മൾ ആ ഡേ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഏർലി മോർണിംഗ് എണീറ്റപ്പോൾ തന്നെ ഫസ്റ്റ് കണ്ടത് നമ്മുടെ ഒരു റോബോട്ടിക് വാക്യൂം ക്ലീനറായിരുന്നു. ആൻറ്റി ഇതിന് ചെല്ലപ്പേരൊക്കെ ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആൻറ്റി പിന്നെ ഞങ്ങളെ നെക്സ്റ്റ് ഡേ കൊണ്ടുപോയത് ജസ്റ്റ് ഒരു വാക്കിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു. ഇൻ ടു ദ വൈൽഡ് എന്നൊക്കെ പറയണ പോലെ ഒരു കുഞ്ഞരുവിയൊക്കെ ഉണ്ടായി. ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു വീറ്റിൻ്റെ ഒരു ഫീൽഡിലേക്കാണ്. ഞാൻ ഇതിക്ക് മുൻപ് ഇവിടെ പോയിട്ടുണ്ട്, പക്ഷേ ആ ടൈമിൽ ഇത്രയും ഗ്രോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ഇപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് വളർന്നിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പോയത് എൻ്റെ ഫേവറേറ്റ് ഗ്രൗണ്ടിലേക്കാണ്. ഓക്സ്ഫോർഡ് ഷെയറിൽ ഞാൻ ആദ്യമായിട്ട് 2020 വന്നപ്പോൾ ജോലും ലിയാനും എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത എൻ്റെ ഫേവറേറ്റ് ഗ്രൗണ്ട് ഞാനിപ്പോൾ നന്ദുവിനും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഞങ്ങൾ ഈവനിങ് പോയത് ബിജു അങ്കിളുടെ വീട്ടിലേക്കാണ്. അവിടുത്തെ ഗാർഡൻ ഏരിയയാണിത്. ആൻഡ് അവർ നമുക്ക് ഒരു ഡിന്നറൊക്കെ വെച്ചിട്ടുണ്ടായി. ഒരു ഇംഗ്ലീഷ് ഡിന്നറായിരുന്നു അത്. എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ പ്രസ്റ്റണിലേക്ക് തിരിച്ചുപോയി. ഞാൻ കണ്ടത് ഒരു സെൻറ്റ് ബേർണാർഡിനെ കണ്ടു. റിംഗ് മാസ്റ്റർ മൂവിയിൽ മാത്രമേ ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ. ഭയങ്കര ജയൻ്റാണ്, ഭയങ്കര നല്ലൊരു കുട്ടി ഡോഗ്. അത് കഴിഞ്ഞൊരു ഈവനിങ് വാക്കിന് വേണ്ടിയിട്ട് നമ്മൾ മൂവ് പാർക്കിലേക്ക് പോയി. ഞാൻ ആദ്യം പറഞ്ഞൊരു ഫസ്റ്റ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഗാർഡനാണ് ഇൻ പ്രസ്റ്റണിൽ. നല്ലൊരു സൺസെറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒരു വാക്കിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി. നെക്സ്റ്റ് ഡേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം ഞങ്ങൾ പോകുന്നത് സ്കോട്ട്ലൻഡിലേക്കാണ്. ഭയങ്കര ഒരു കൺട്രി സൈഡായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. ചെന്നപ്പോൾ തന്നെ ഒത്തിരി വിശപ്പുള്ളത് കൊണ്ട് നമ്മൾ ദ ഫില്ലിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്ന എഡിൻബറയിലുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ പോയി. അവിടുന്ന് നമ്മളൊരു സ്കോട്ടിഷ് ഫുൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ജസ്റ്റ് ഒരു വാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളവിടുത്തെ സ്ട്രീറ്റ് വ്യൂ ഭയങ്കര എൻജോയ് ചെയ്തു. നമ്മളവിടുത്തെ സ്ട്രീറ്റിൽ കൂടെയൊക്കെ നടന്നു എല്ലാം കണ്ടു. പിന്നെ ഞങ്ങൾ നടന്നു പോയത് ഒരു ഇല്യൂഷൻ്റെ പ്ലേസിലേക്കാണ്. വേൾഡ് ഓഫ് ഇല്യൂഷൻസ് എന്നാണ് പറയുന്നത്. അവിടെ എല്ലാ കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ ആർട്ടും കാണാൻ പറ്റും, അതേപോലെ തന്നെ ഇല്യൂഷൻസും കാണാൻ പറ്റും. അവിടെ ഞങ്ങൾ നേരെ നടന്ന് എൻ്റെ അങ്കിളുടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് മഷ്റൂം സ്ട്രോഗനോഫും ലാം ചോപ്സും കഴിച്ചു. പിന്നെ നമ്മൾ നേരെ പോയത് ഡീൻ വില്ലേജിലേക്കാണ്. അവിടെ ഒരു മിനി വാട്ടർഫോൾസ് ഉണ്ടായി. ഡീൻ വില്ലേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളതും പിന്നെ ഒരു ക്യൂട്ട് ലിറ്റിൽ വില്ലേജ് എന്ന് തന്നെ പറയാം. ഭയങ്കര സൂത്തിങ് ആണ് അവിടെ നിൽക്കുമ്പോൾ. നമ്മൾ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. ദെൻ സ്വീറ്റ് ഒട്ടും ഇഷ്ടമില്ലാത്ത നന്ദു അവിടുത്തെ സ്വീറ്റ്സ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഡേ ഞങ്ങൾ പ്രസ്റ്റണിലേക്ക് വന്നു തിരിച്ച്. ആൻഡ് നമ്മൾ നേരെ പോകുന്നത് പബ്ലിയിലേക്കാണ്. പബ്ലി എന്ന് പറയുന്നത് ശരിക്കും ഇത് അസൂമ എന്ന പേരിലായിരുന്നു നേരത്തെ ഇറങ്ങിക്കൊണ്ടിരുന്നത്.
ഇവിടെയുള്ള ഫുഡീസിൻ്റെ എല്ലാവരും ഫേവറേറ്റ് സ്പോട്ട് തന്നെയാണ് ഇത്. അപ്പോൾ ഇതായിരുന്നു നന്ദുവിൻ്റെ UK ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോസ്. താങ്ക് യു.